അവൻ പിന്നെ അങ്ങനെ ഞാൻ പ്രമോനെ വിളിച്ചു. 6:15 ഞാൻ ഫോൺ വിളിച്ചു. 2 റിങ് എടുത്തിട്ടും പ്രമോ എടുക്കുന്നത്. സാധാരണ പ്രമോ ഫോൺ എടുക്കുന്നതാണ്. അതെല്ലാം പിള്ളേരെ വിടാൻ വേണ്ടി അവർ രാവിലെ എഴുന്നേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ആ നേരത്തെ അവർ എടുക്കും. ഫോൺ റിങ് ചെയ്യുന്നേ ഉള്ളൂ. ഞങ്ങൾ ഉടനെ എന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് തിരിച്ച് അമ്മയെ വിളിച്ചു. എന്തുവാ മെസ്സേജ് വിട്ടെന്ന് ചോദിച്ചു. അല്ല പിന്നെ അവർ എൻ്റെ പറഞ്ഞു പ്രമോദ് ഒരു മെസ്സേജ് വിട്ട് എന്ന് പറഞ്ഞു. അപ്പം മെസ്സേജ് എന്താ തിരക്കാതെ തന്നെ ഞാൻ ഉടനെ എന്നെ പ്രമോനെ വിളിച്ചിട്ട് പിന്നെ തിരിച്ച് അവർ ചോദിച്ചു എന്താ മെസ്സേജ് വിട്ടെന്ന് വെച്ചാൽ പറഞ്ഞ് അത് അവർ പറഞ്ഞില്ല. പറയാതെ എന്നിട്ട് അവർ പറഞ്ഞ് പിന്നെ അച്ഛനോട്ട് പോയെന്ന് പറഞ്ഞു. അതായത് ലക്ഷ്മിയുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ ഞാൻ ഈ വിവരം വിളിച്ച് പിന്നെ എൻ്റെ അളിയനോട് പറഞ്ഞു. അളിയ എന്നൊരു വിഷയമുണ്ട്, നമുക്ക് അവിടെ മരുന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ഇവിടെ വരുമ്പോഴത്തേക്ക് ലക്ഷ്മിയുടെ അച്ഛൻ ഇവിടെ വിളിയിക്കുന്നു, കാറിൽ വിളിയിക്കുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പം അതിൽ ഇതിൻ്റെ ഗേറ്റ് അകത്തുനിന്ന് കുത്തിയിട്ട് കൊണ്ട് കയറാൻ പറ്റില്ല. അവർ നോക്കിയപ്പം ബാക്കിൽ ഒരു പിന്നെ പൊക്കം കുറഞ്ഞ ഭാഗമുണ്ട്. അങ്ങനെ അതുവഴി അകത്ത് കയറി. അതുവഴി അകത്ത് കയറിയിട്ട് വന്നിട്ട് ഞാൻ ഗേറ്റ് തുറന്നു. അവരെ കയറ്റിയിട്ട് ജനൽ കടച്ചത്. നമുക്കിപ്പം ആ ജനൽ തുറക്കാം. അങ്ങനെ ഞാൻ തുറന്ന് ഞാൻ അത് നോക്കിയപ്പോൾ ഫാൻ കറങ്ങുന്നുണ്ട്, പിന്നെ ലൈറ്റും ഉണ്ട്. ബെഡിലൊന്നും ആരെയും കാണുന്നില്ല. പിന്നെ അവിടെ കറങ്ങി ഇപ്പുറത്ത് വന്നു. ഇവിടെ പോകാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അന്നേരം പുള്ളിയോട് പറഞ്ഞ ഒരു കാര്യം പോലീസിന് വിളിക്കാൻ പറഞ്ഞു. അതിന് മെസ്സേജ് വിട്ടതാണ്. പോലീസിന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ പോലീസിന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പുള്ളി ഉടനെ പോയി ഇവിടെ മോളപ്പുറത്ത് ഹോസ്റ്റലിൽ ഇരിക്കുക, ലക്ഷ്മി അപ്പുറത്ത് ഹോസ്റ്റലിൽ പഠിക്കുക. അതിൽ മോളെ ഒടിഞ്ഞു വന്നു. ഞാൻ ചോദിച്ചു പോലീസിന് വിളിച്ചെന്ന് പറഞ്ഞ് വിളിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വിളിച്ചു, ഈസ്റ്റിൽ വിളിച്ചു പറഞ്ഞ് അറിഞ്ഞ് അവർ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ നേരത്തെ അളിയനെ അപ്പുറത്ത് വെച്ച് നോക്കിയിട്ട് അവിടുന്ന് അകത്ത് നോക്കിയപ്പോഴത്തേക്ക് തൂങ്ങിക്കുന്നുണ്ട്. പ്രശ്നം ഒരു 2 ദിവസമല്ല, കുറച്ച് ദിവസമായിട്ട് ഉടക്കാണ് ഇവർ. ഉടക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി മറ്റേ ഉപരിപഠനത്തിൻ്റെ PGയുടെ ഭാഗമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക. അപ്പം ഇവിടെ എസൻസ് സാധനത്തിൽ നിന്ന് പഠിക്കുക. അപ്പം ഇത് പിന്നെ 6 മാസം തൊട്ട് അവിടെ ഉണ്ട്. അപ്പം പിന്നെ സാധാരണ അവിടെ നിന്ന് ആഴ്ചകളിൽ സമയം കിട്ടപ്പോൾ ഇവിടെ വരും. പിന്നെ ഇവിടെ വരാതായി. അതൊക്കെ മുമ്പേ ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് പ്രമോദിൻ്റെ അനിയൻ ഇത് പറയുന്ന ലക്ഷ്മി ഇപ്പോൾ ഇവിടെ വരുന്നില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നത്. കൂലിപ്പണിക്കാരനായിരുന്നു. അവരൊരു പ്രണയവിവാഹമായിരുന്നു. കാര്യം അതെന്ന് പറയുന്നത് ഒരു കുട്ടിക്കാരൻ തൊട്ടുള്ള പ്രണയമായിരുന്നു. അത് പിന്നെ പിന്നീട് വിവാഹമായിരുന്നു. ആ വിവാഹത്തിന് മുമ്പേ ഗൾഫിലായിരുന്നു. ഗൾഫിൽ വന്നിട്ടാണ് വിവാഹം കഴിക്കാൻ. ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചു. പക്ഷെ അതെന്ന് പറയുന്നത് രാത്രി 1:55. അപ്പം ഞാൻ 11 മണിയാകുമ്പോൾ കിടന്നു. എന്താണ് അയച്ചിരിക്കുന്നത്? വോയിസ് മെസ്സേജാണ്. ഞാൻ പോലീസുകാരോട് പറഞ്ഞുള്ളത്. പിന്നെ അങ്ങനെ വിഷയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം ഈ മെസ്സേജ് ഉണ്ടെന്ന് തന്നെ അറിയുന്നത് രാവിലെ പിന്നെ അവരമ്മ പറയുമ്പോഴാണ്. അപ്പം മെസ്സേജ് അവർക്ക് മുന്നേ ആരും ഇട്ടിരുന്നു. അവരന്നേരം അത് പിന്നെ സാധാരണ ഈ ഫോണിൽ എപ്പോഴും റീഡ് ചെയ്യുന്നതാണ് ലക്ഷ്മി. രാവിലെ തന്നെ എന്നോട് വിളിച്ച് പറയുന്നത്. ഞാൻ വരുമ്പോഴത്തേക്ക് കണ്ട കാഴ്ച ഇതാണ്.